അലീന മുറ്റം മടിച്ച് തീർന്നതേയുള്ളൂ. മഴച്ചാട്ടിലുണ്ട്. പുലർച്ചയ്ക്ക് തുടങ്ങിയ മഴത്തോളൽ അതേപടി തുടരുകയാണ്. അലീനയുടെ പുറവും തലയുമൊക്കെ പിൻഭാഗവും മിക്കവാറും നനഞ്ഞു കഴിഞ്ഞു. ബാലൻ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു കസേര നീക്കിയിട്ടിരുന്നു. അലീന ടീപ്പോയിൽ എടുത്തു വെച്ചിരുന്ന ദിനപത്രം മറിച്ചു നോക്കി. അച്ഛന് എഴുന്നേക്കാൻ വൈകിയല്ലേ, നടക്കാനും പോയില്ല? അലീന ചോദിക്കാണ്. വൈകിയതല്ല, ഞാൻ നോക്കുമ്പോ ഒരു ചാറ്റിൽ മഴ, അതോടെ മതിയായി. നടക്കാൻ പോകാതിരിക്കാൻ ഓരോ കാരണം നോക്കിയിരിക്കുകയായിരുന്നു. എനിക്കറിയാം. ബാലന് ചിരിക്കാൻ കേട്ടോ. അലിനെ മുറ്റം പിടിച്ച് തീർത്ത് ചൂലുമായി അകത്തേക്ക് പോകാൻ ഒരുങ്ങായിരുന്നു. അപ്പോഴാണ് ഗേറ്റിൽ വാഹനത്തിന്റെ ശബ്ദം കേട്ടത്. ഗേറ്റിന് മുമ്പിൽ ഒരു പോലീസ് ജീപ്പ്. അത് ഹോണടിക്കാൻ തുടങ്ങി. അലിനെ സംശയത്തോടെ ബാലചന്ദ്രനെ നോക്കിയപ്പോ അയാൾ കസേരയിൽ നിന്നും എഴുന്നേറ്റു. തുറക്കുമോളെ. അലീന ചെന്ന് ഗേറ്റ് തുറന്നു. അവൾക്ക് മാറാൻ വേണ്ടത്ര സമയം കിട്ടും മുമ്പേ ജീപ്പ് അകത്തേക്ക് പാഞ്ഞു കയറി. ഞെട്ടി തെന്നി മാറിയില്ലെങ്കിൽ ജീപ്പിന്റെ ഫ്രണ്ട് ടയറാണെങ്കിലോ അവളുടെ കാലിലൂടെ കയറി ഇറങ്ങിയേനെ. ജീപ്പിന് പിന്നാലെ ഒരു പോലീസ് വാഹനം കൂടി വീട്ടുവളപ്പിലേക്ക് ഇരമ്പി കുതിച്ചു വന്നു. സിഐയും എസ് ഐയും അടക്കം ഏതാനും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജീപ്പിൽ നിന്നിറങ്ങി സിറ്റൗട്ടിലേക്ക് കയറി വന്നു. എസ് ഐ രമേശ് നമ്പ്യാരെ ബാലചന്ദ്രന് മുമ്പേ പരിചയമുള്ളതാണ്. എന്നാൽ പോലും അയാളുടെ മുഖത്ത് കാണാൻ ആ ഒരു സൗഹൃദത്തിന്റെ ഒരു കണിക പോലും അയാളുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. തന്റെ മകനില്ലേ ഇവിടെ? ഉണ്ട്. ബാലൻ അമ്പരപ്പോടെ പറയാണ്. വിളിക്കവനെ. എന്താ അവന്റെ പേര്? രോഹിത്. എന്താ പ്രശ്നം സാറേ? പ്രശ്നം പുറകെ പറയാൻ പെടോ. താൻ മോനെ വിളിക്ക്. സിയെ കയർത്ത് സംസാരിക്കാണ്. മോളെ കൃഷ്ണേ. ബാലൻ ഉറക്കെ വിളിക്കുകയാണ്. കൃഷ്ണ അകത്തോടെ നിന്ന് വിളി കേട്ടു. രോഹിത്തിനോട് ഇങ്ങോട്ട് വരാൻ പറ. ബാലൻ പറയാണ്. ഒരു ക്വാളിസ്കാർ കൂടി വീട്ടുവളപ്പിലേക്ക് കടന്നു വന്നു. അതിന്റെ ഡോർ തുറന്നു ഡിവൈഎസ്പി മധുസൂദൻ ഇറങ്ങി. എസ് ഐയും സി എയും മുറ്റത്തേക്ക് ഇറങ്ങി ചെന്ന് സല്യൂട്ട് അടിച്ചു. മധുസൂദൻ ചോദിച്ചു, 3 പേരെ കിട്ടി. ഒരുത്തൻ ഇവിടെയാ. എവിടെ അവന്മാർ? സി ഐ ഒരു അടയാളം കാട്ടി. ഒരു കോൺസ്റ്റബിൾ വേഗം ചെന്ന് വാനിന്റെ പിൻവാതിൽ തുറന്നിട്ടോ അടിവസ്ത്രം മാത്രം ധരിച്ച 3 ചെറുപ്പക്കാരെ പോലീസ് വാനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിറക്കി. കൈവിളിങ്ങുകളാൽ ബന്ധിക്കപ്പെട്ട 3 യുവാക്കൾ അക്കൂട്ടത്തിൽ ഹരിശങ്കറെ കൂടി കണ്ട് ബാലചന്ദ്രൻ അന്തം വിട്ട് നിൽക്കാണ്. ആർക്കും നേരെ നിൽക്കാൻ പോലും വയ്യ. മുഖം നീര് വീങ്ങി കരുവാളിച്ചിട്ടുണ്ട്. പോലീസ് അവരെ ശരിക്കും കൈകാര്യം ചെയ്ത് കഴിഞ്ഞു എന്ന് മനസ്സിലായിട്ടോ. കൃഷ്ണയുടെ പിന്നാലെ സിറ്റൗട്ടിലേക്ക് വാതിലെത്തിയ രോഹിത് ഇടിമിന്നലേറ്റ പോലെ ഒരു നിമിഷം നിശ്ചലനായി നിൽക്കാണ്. മുറ്റത്ത് പോലീസ് വാഹനങ്ങൾ. പോലീസ് വിളിഞ്ഞു വയ്ക്കപ്പെട്ട ഹരിശങ്കറും സുഹൃത്തുക്കളും. തലച്ചോറിലാണെങ്കിലോ ഒരു അപായം വന്നതുപോലെയാട്ടോ രോഹിത്തിന് തോന്നിയത്. ഒരു നിമിഷം കൊണ്ട് തളർന്നുപോയ അവന്റെ സപ്തനാടികളിലേക്കും ഒരു വിപതി ധൈര്യം കത്തിക്കയറി. രോഹിത് പെട്ടെന്ന് അകത്തേക്ക് തിരിഞ്ഞോടി. എസ് ഐ രമേശ് നമ്പ്യാർ അത് കണ്ട് വിളിച്ചു പറഞ്ഞു, ഓടരുത്, ഓടിയാൽ നീ രക്ഷപ്പെടില്ല. എസ് ഐയും കുറെ കോൺസ്റ്റബിൾമാരും കൂടി വീടിനുള്ളിലേക്ക് പാഞ്ഞു കയറി. ബാലൻ കൺമുമ്പിൽ ഒരു ഭീകര നാടകം കണ്ടിട്ടുന്ന പോലെ തരിച്ചു നിൽക്കുകയാണ്. ഭയന്നു പോയ കൃഷ്ണ അച്ഛന്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്താ അച്ഛാ ഇതൊക്കെ? മേനോന് ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല. വീടിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ബഹളങ്ങൾ കേൾക്കാമായിരുന്നു. വീടിന്റെ പുന്നാമ്പുറത്തേക്ക് പാഞ്ഞ രോഹിത് വീടിന്റെ പിന്നിലെ മതിൽ ചാടി കിടക്കാൻ ശ്രമിക്കുന്നതിനിടയില് പിന്നാലെ പാഞ്ഞെത്തിയ പോലീസ് അവന്റെ കാലിൽ പിടിച്ച് വലിച്ചു താഴെയിട്ടു. അവനെ തൂക്കിയെടുത്തുകൊണ്ടുവന്ന് പൂമുഖത്തേക്ക് വന്നു. പോലീസിനെ കണ്ടപ്പോ നിനക്ക് കാര്യം മനസ്സിലായി അല്ലേടാ നായിന്റെ മോനെ? എസ് ഐ അവന്റെ മുഖമടിച്ച് ഒറ്റയടി അടിച്ചുകൊണ്ട് അലറി. രോഹിത് വേച്ച് വേച്ച് താഴെ വീണു. തലങ്ങും വിലങ്ങും തുടർന്ന് അവന്റെ മേൽ പോലീസിന്റെ കൈ മാറി മാറി വീണുകൊണ്ടിരുന്നു. അലീന അപ്പോഴും ഗേറ്റിനരികെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഡിവൈഎസ്പി മധുസൂദനൻ സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു. താനാണല്ലോ അവന്റെ തന്ത? അയാൾ ബാലിനെ നേർക്ക് അവജ്ഞയോട് ചോദിച്ചു. എന്തിനാണോ ഇങ്ങനെ ഓരോന്ന് ജനിപ്പിച്ചിന് വളർത്തുന്നത്? സാർ, എന്റെ മകൻ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മകനെ പിടിച്ച് തല്ലിച്ചതക്കുന്നതിന് മുമ്പ് അത് പറയേണ്ട മര്യാദയില്ലേ? ആ ബാലിന്റെ ശബ്ദം ഇടറിക്കൊണ്ട് ചോദിക്കാണ്. താനൊന്നും അറിഞ്ഞില്ല അല്ലേ? താനും തന്റെ മകനും ആ നിൽക്കുന്ന 3 വീരപുരുഷന്മാരും കൂടി പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ ബലമായി പിടിച്ച് കാൽ കയറ്റി അന്തീനാട്ടുള്ള ആൾതാമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി. ആ പെൺകുട്ടി ഇപ്പോ ഹോസ്പിറ്റലിലാ. ബാക്കി വിവരങ്ങളൊക്കെ നാളെ പത്രത്തിൽ അച്ചടിച്ചു വരും. ടിവിയിലും കാണാൻ പറ്റും. മകന്റെ ഫോട്ടോയും വീഡിയോ സഹിതം വരുന്നുണ്ട്. അപ്പൊ അറിഞ്ഞാ മതി. ബാലചന്ദ്രൻ നടുങ്ങി നിൽക്കെ ഡിവൈഎസ്പി തിരികെ സിറ്റൗട്ടിൽ നിന്ന് ഇറങ്ങി. 4 എണ്ണത്തിനെ പിടിച്ച് അകത്തിട്, അയാൾ കീഴുദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. രോഹിത്തിന് 2 അടി കൂടി കൊടുത്ത് കോൺസ്റ്റബിൾമാർ അവനെ വാനുള്ളിലേക്ക് തള്ളിക്കയറ്റി. പുറകെ 3 പേരെയും
പോലീസ് വാഹനങ്ങൾ മുറ്റത്തിട്ട് തന്നെ റിവേഴ്സ് എടുത്ത് തിരിച്ചു. ആദ്യം ഡിവൈഎസ്പിയുടെ കാർ ഗേറ്റ് കടന്നു പോയി. പിന്നാലെ പ്രതികളെ കയറ്റിയ വാൻ, അതിനു പിന്നില് പോലീസ് ജീപ്പ്. ബാലചന്ദ്രൻ പതറി ചുറ്റുപാടും നോക്കി. എല്ലായിടത്തും ഒരു ശൂന്യത പടരുന്നത് അയാൾ കണ്ടു. അയാളുടെ ശരീരം നിമിഷങ്ങൾക്കുള്ളിൽ വേർപ്പിൽ കുളിച്ചു. കണ്ണുകളിൽ കൊടുങ്കാറ്റ് പോലെ ഇരുട്ട് പാഞ്ഞു കയറി. അലീന അപ്പോഴും അന്തയെ പോലെ ബദിരെ പോലെ മുറ്റത്ത് തന്നെ നിൽക്കുകയായിരുന്നു ട്ടോ. ചേച്ചി! കൃഷ്ണജിയുടെ നിലവിളി കേട്ട് അവളുടെ ബോധമണ്ഡലം ഉയർന്നു. കുഴഞ്ഞു വീഴാൻ പോകുന്ന ബാലചന്ദ്രനെ താങ്ങി നിർത്താൻ ശ്രമിക്കുകയാണ് കൃഷ്ണ. അലീന സിറ്റ് ഔട്ടിന് നേർക്ക് ഓടി. അലീനയും കൃഷ്ണയും കൂടി ബാലിനെ താങ്ങിപ്പിടിച്ച് ഹാളിലെ സോഫയിൽ കൊണ്ട് കിടത്തി. അയാളുടെ വസ്ത്രങ്ങൾ വിയർപ്പിൽ നനഞ്ഞു കഴിഞ്ഞിരുന്നു. വീണ്ടും കൂടെ വിയർക്കാണ്. അലീന കോണിപ്പടി കയറി ബാലിന്റെ ഡ്രോമേശക്കുള്ളിൽ നിന്ന് മരുന്നെടുത്തുകൊണ്ടുവന്ന് മേന്റെ നാക്കിനിൽ വെക്കാനുള്ള ടാബ്ലറ്റ് വെച്ചു കൊടുത്തിട്ട് അലീന ഫോൺ എടുത്ത് ആംബുലൻസിലേക്ക് വിളിക്കാൻ പോയിട്ടോ. അങ്ങനെ ആംബുലൻസ് വിളിച്ച് അത് ഏർപ്പാടാക്കി. അപ്പോഴും ബാലൻ കുഴഞ്ഞ് ബോധമില്ലാതെ കിടക്കാണ്. കൃഷ്ണ അച്ഛനെ തലോടുകയും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണ വിളിക്കുമ്പോഴും ബാലൻ മൂളുകയും കൃഷ്ണമണിമേലെ ചലിപ്പിച്ച് അവളുടെ നേർക്ക് നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ചൈതന്യം മങ്ങിപ്പോയ ആ നോട്ടം മറ്റേതോ ലോകത്തു നിന്നാണെന്ന് തോന്നിക്കുന്നുണ്ട് ട്ടോ. ബബിത എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലും മനസ്സിലാവാതെ ഹാളിന് നടുവിൽ അന്തം വിട്ട് നിൽപ്പുണ്ടായിരുന്നു. അലീന വന്ന് ബാലിനെ നോക്കി. ശ്വാസം എടുക്കുന്നുണ്ട്, പക്ഷേ മന്ദഗതിയിലാണെന്നേ ഉള്ളൂ. ദേഹം വേർക്കെന്ന് നിലച്ചിരിക്കുന്നു. അലീന വിളിച്ചപ്പോ ബാലിന് മുഖം അല്പം തിരിച്ച് അവളെ നോക്കി. അയാൾ എന്തോ പറയാൻ ഭാവിച്ചപ്പോ അവൾ തടഞ്ഞു. സംസാരിക്കേണ്ട, അനങ്ങാതെ കിടന്നാ മതി, ആംബുലൻസ് ഇപ്പോ എത്തും. അലീന വീടിന് നേരെ എതിർവശത്തുള്ള വീട്ടിലേക്ക് ചെന്നു. വീടിന്റെ ഗേറ്റിന്റെ കൊളുത്തെടുത്ത് അകത്തേക്ക് കയറി. ഡോക്ടർ ശർമ്മയെ കണ്ട് അലീന ബാലിന്റെ അവസ്ഥയെപ്പറ്റി പറയാണ്. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാൻ? ഡോക്ടർ തിരക്കുമ്പോ അലീന പറയാതെ ഒന്നും മിണ്ടാതെ ഒരു നിമിഷം ശങ്കിച്ച് നിൽക്കുമ്പോ രാവിലെ പോലീസ് വന്ന് രോഹിത്തിനെ പിടിച്ചുകൊണ്ടുപോയി. അതായിരിക്കും കാരണം. അവിടെ പോലീസ് വരുന്നത് ഞാനും കണ്ടു. എന്താ പ്രശ്നം? ശർമ്മ ചോദിക്കുമ്പോ അറിയില്ല, അവരൊന്ന് പിടിച്ചുകൊണ്ടുപോയി. അലീനയുടെ ശബ്ദം വളരെ ഇടറിക്കൊണ്ട് പറയാണ്. ഡോക്ടർ ശർമ്മ അലീനയോടൊപ്പം മേനന്റെ വീട്ടിലേക്ക് ചെന്നു. ശർമ്മ മേനനെ പരിശോധിച്ചു. നാടിമിടിപ്പും ഹൃദയമിടിപ്പും നോക്കി. ഭയപ്പെടാനൊന്നുമില്ല, എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് അലീന പറയുമ്പോ അങ്ങനെ അലീന പറയാണ്. അവൾ റൂമിൽ പോയി ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും ആംബുലൻസ് വന്നിട്ടുണ്ട് ട്ടോ. എല്ലാവരും ചേർന്ന് താങ്ങി പിടിച്ചാണ് മേനനെ ആംബുലൻസിലേക്ക് കയറ്റി കിടത്തിയത്. കൂടെ പോകാനിരിക്കുന്ന കൃഷ്ണജിയെ അലീന പിന്തിരിപ്പിച്ചു. ഇവിടെ ഇരുന്നാ മതി, ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞാൻ വിളിക്കാം. ബബിതയും കൃഷ്ണമോളും ഇനി സ്കൂളിൽ പോണ്ട. അത് കേട്ടപ്പോ ബബിതയുടെ മുഖം കനത്തു. ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടിയാണെന്ന് നീയാണ് തീരുമാനിക്കേണ്ടത്. മോളെ പറയുന്നനുസരിക്ക്. അച്ഛന് സുഖമില്ല. രോഹിത്തിനെ പോലീസ് പിടിച്ചോണ്ട് പോയിരിക്കുക. നമ്മൾ ഒന്നിച്ചു നിൽക്കണം. അലീന ആംബുലൻസിൽ കയറി. കൃഷ്ണയെ വിളിച്ച് വീടിന്റെ വാതിൽ തുറന്നിടണമെന്നും എന്ത് പ്രകോപനം ഉണ്ടായാലും പുറത്തിറങ്ങുമെന്നും ഉപദേശിച്ചു. ആംബുലൻസ് ഹോസ്പിറ്റലിലെത്തിയുടൻ ബാലിനെ കാർഡിയോളജി ICUയിൽ പ്രവേശിപ്പിക്കുകയാണ്. അടിയന്തര ശുശ്രൂഷകൾ നൽകി. ECG നോക്കിയപ്പോ നേരിയ വ്യതിയാനം മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. അയാളെ പരിശോധിച്ച ഡോക്ടർ അലീനയോട് പറഞ്ഞു, തീരെ ചെറിയൊരു ലക്ഷണം മാത്രമേ കാണുന്നുള്ളൂ. എന്തായാലും 1-2 ദിവസം ICUയിൽ കിടക്കട്ടെ. പലപ്പോഴും ഇത്തരം മൈനർ അറ്റാക്ക് മറ്റൊന്നിന്റെ മുന്നോടിയായിട്ടായിരിക്കും ഉണ്ടാവുക. അലീന വെറുതെ തലയാട്ടി. അവൾ പുറത്തുനിന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്തു. കൃഷ്ണയാണ് ഫോൺ എടുത്തത്. അച്ഛനോ ഭയപ്പെടേണ്ട വിധം ഒന്നുമില്ലെന്ന് അറിയിച്ച് അവളെ ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം ഡോക്ടറുടെ അനുവാദം വാങ്ങി ICUയിൽ കയറി ബാലിനെ കാണുന്നുണ്ട്. അയാൾ അസ്വസ്ഥനായിട്ട് കിടക്കാണ്. മനസ്സിലെ സംഘർഷം മുഖത്ത് കാണായിരുന്നു. അലീന ബെഡിനരികെ കസേരയിലിരുന്നിട്ട് അതിലിരുന്നു. ബാലിനോട് ഹൃദയത്തിനു മീതെ തന്റെ കഴുത്തിലും വെച്ചു. കണ്ണുകളടച്ച് മൗനമായി പ്രാർത്ഥിച്ചു. അവൾ കണ്ണുകൾ നോക്കുമ്പോൾ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകയാണ്. വരണ്ട ചുണ്ടുകൾ വിറകൊള്ളുന്നുണ്ട്. അത് കണ്ട് അലീനയ്ക്ക് കരച്ചിൽ വന്നെങ്കിലും അവള് അതടക്കി. അച്ഛൻ വിഷമിക്കരുത്, നമ്മൾ ഈ തടസ്സങ്ങളെല്ലാം കടന്നു പോകും. അവൾ ആശ്വസിപ്പിച്ചു. മോളെ, അവൻ എന്താ ചെയ്തേ? എനിക്ക് അങ്ങനെ ഒരു മകനില്ല. ഇനി എനിക്ക് അവനെ വേണ്ട. അങ്ങനെ പറയില്ല അച്ഛാ. അവൻ എന്ത് തെറ്റ് ചെയ്താലും നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്? അച്ഛന്റെ മോനല്ലേ. അച്ഛന് പോലും ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേറെ ആര് ക്ഷമിക്കും? ഞാൻ ഇനി എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? മരിക്കല്ലേ ഭേദം. അച്ഛൻ ഇങ്ങനെ നിരാശപ്പെടേണ്ട. ഞാനും ബബിതയും കൃഷ്ണയും ഒക്കെയില്ല അച്ഛന്. അച്ഛന് തളർന്നു പോയാ ഞങ്ങക്ക് വേറെ ആരാ ഉള്ളത്? അവളുടെ ശബ്ദത്തില് കണ്ണുനീരിന്റെ നനവുണ്ടായിരുന്നു. എല്ലാം പോയില്ലേ മോളെ?
ഇല്ല, നമുക്ക് തിരിച്ചു പിടിക്കാം. എല്ലാ പരീക്ഷണങ്ങളെയും മറികടക്കാം. അച്ഛൻ തകർന്നു പോകാതിരുന്നാ മതി. ഞാനില്ലേ അച്ഛന്റെ കൂടെ. അവൾ അയാളുടെ നെഞ്ചിനു മീതെ തലോടിക്കൊണ്ടിരുന്നു. കർണാർദ്രമായ ആ നോട്ടം കണ്ട് അവൾ അയാളെ ആശ്വസിപ്പിച്ചു. അയാൾ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഇവൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വെറും ഒരു വേലക്കാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന സാധു പെൺകുട്ടിക്ക് ഒരു കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട് മാനഭംഗപ്പെട്ട് മാനാഭിമാനവും സൽകീർത്തിയും കുടുംബയശസ്സും എല്ലാം കടപുഴകി വീഴുന്നത് കാണാം. നാളത്തെ പത്രങ്ങളിലും ടിവിയിലുമെല്ലാം വാർത്ത വരും. 4 യുവാക്കൾ ചേർന്ന് ഒരു പെൺകുട്ടിയെ, തന്റെ മകന്റെ പേരും ഉണ്ടാവും അക്കൂട്ടത്തിൽ. അവൻ പോലീസിൽ നിൽക്കുന്ന ലോക്കപ്പിൽ നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഇന്ന് തന്നെ എല്ലായിടത്തും ലൈവായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. തന്റെ മകന്റെ പേരും അത് ഓർക്കാൻ കൂടി വയ്യ. തന്റെ കുടുംബത്തിന് നേരെ ജനരോഷം ആർത്തിരമ്പുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പുറത്തിറങ്ങാൻ വയ്യ, ആളുകളെ അഭിമുഖീകരിക്കാൻ വയ്യ. ഒരു കുടുംബം മുഴുവനും ഒളിവിൽ കഴിയുന്ന കുറ്റവാളികളെ പോലെ വാതിലടച്ച് വീട്ടിനുള്ളിൽ. അലീന അയാളുടെ കഴുത്തിൽ മുറുകെ പിടിച്ച് അയാളുടെ മനോരോഗങ്ങൾ അറിഞ്ഞിട്ടുന്ന പോലെ പറഞ്ഞു, അച്ഛൻ വേറൊന്നും ആലോചിക്കേണ്ട, എനിക്ക് വിട്ടതാ, ഞാൻ നോക്കിക്കൊള്ളാം. സ്നേഹനിർഭരമായ ആ വാക്കിലടങ്ങിയ ആത്മവിശ്വാസം ശാന്തതയും അയാളുടെ ഹൃദയത്തിലൂടെ വ്യാപിച്ചുട്ടോ. ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ, ഗോവർദ്ധനങ്കലിനെ വിളിച്ച് ഞാൻ ഇങ്ങോട്ട് വരാൻ പറയാം. അലീന പോകാൻ പോവാണ്. എന്റെ ഫോൺ കൊടുത്തയക്കണം. വേണ്ട, അച്ഛൻ ഇനി കുറച്ചു ദിവസത്തേക്ക് ഫോൺ വേണ്ട. പത്രവും വായിക്കണ്ട, ന്യൂസ് കാണണ്ട, മറ്റാളുകളെ കാണുകയും സംസാരിക്കുകയും വേണ്ട. ബാലചന്ദ്രൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൾ പറഞ്ഞതിന്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായി. അയാൾ പതിയെ തലയാട്ടി. വീട്ടിലെത്തിയ ഉടൻ അലീന ഗോവർദ്ധനെ ഫോണിൽ വിളിച്ചു. അങ്കിൾ, ഇന്ന് കടകളൊന്നും തുറക്കണ്ട, ജോലിക്കാരോടെല്ലാം പറയണേ. അവൾ പറഞ്ഞത് കേട്ട് ഗോവർദ്ധൻ അന്താളിച്ചു പോയി. അലീന അയാളുടെ സംഭവം മുഴുവൻ വിശദീകരിച്ചു. അങ്കിൾ ഹോസ്പിറ്റലിൽ പോയി ബാലേന്ദ്രൻ സാറിനെ കാണണം, ആന്റിയെ വിളിച്ച് ഹോസ്പിറ്റലിൽ നിർത്തണം, പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കാനും അഡ്വക്കേറ്റിനെ കാണാനും ഒക്കെ അങ്കിൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഷോപ്പുകൾ തുറക്കാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതും ഇതും തമ്മിൽ ബന്ധമൊന്നും ഇല്ലല്ലോ. ഗോവർദ്ധൻ ചോദിക്കാണ്. ഇനി ഒരാഴ്ചത്തേക്ക് തുറക്കണ്ട അങ്ങളെ. ബാലേട്ടൻ പറഞ്ഞു തുറക്കേണ്ടെന്ന്. ഇല്ല, എന്നാലും അങ്ങനെ ചെയ്യുന്നത് നല്ലത്. ഞാൻ എന്തായാലും ബാലേട്ടനെ ഒന്ന് കാണട്ടെ. ശരി. അലീന അങ്ങനെ ഫോൺ വെക്കാണ്. അലീന അപ്പോഴേക്കും അടുത്ത ഫോൺ വരുന്നുണ്ട്. അത് കൊല്ലപ്പള്ളിയിൽ നിന്ന് കമലയായിരുന്നു കേട്ടോ. ആരാ ഫോൺ എടുത്തിരിക്കുന്നേ? കമല ദേഷ്യത്തിൽ ചോദിക്കാണ്. അലീനയാ. നിന്നോട് ആര് പറഞ്ഞു ഫോൺ എടുക്കാൻ? ബാലച്ചന് കൊടുക്കടി ഫോൺ. അച്ഛൻ ഹോസ്പിറ്റലാ. അച്ഛനോ? ആരുടെ അച്ഛൻ? ഇവിടുത്തെ കുട്ടികളുടെ അച്ഛൻ. കമല ഒന്നും മിണ്ടാതെ ഫോൺ വെച്ചു. 1 മിനിറ്റിനുള്ളിൽ ബാലേന്ദ്രന്റെ മൊബൈൽ ഫോൺ ബെല്ലടിക്കാണ്. ആ കോളും കൊല്ലപ്പള്ളിൽ നിന്നാണെന്ന് മനസ്സിലാക്കി അലീന കൃഷ്ണയോട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. കൃഷ്ണ ഫോൺ എടുത്തു. ബാലേന്ദ്രനടുത്ത് ഫോണൊന്നും ഇല്ലേ? കമല വേവലാതിയോട് ചോദിക്കാണ്. അച്ഛൻ ഹോസ്പിറ്റലാണെന്ന് അല്ല ചേച്ചി പറഞ്ഞില്ലേ? ഹരിയെ പോലീസ് പിടിച്ചെന്ന് കേട്ടു. ശരിയാണോന്ന് അറിയാൻ വിളിച്ചതാ. സ്റ്റേഷനിൽ പോകാനും അവനെ ജാമ്യത്തിലെടുക്കാനും ഒക്കെ ബാലചന്ദ്രനല്ലാതെ ഇവിടെ ഇപ്പൊ ആരാ ഉള്ളത്? പോലീസ് രാവിലെ ഇവിടെ വന്ന് രോഹിത്തിനെ പിടിച്ചോണ്ട് പോയി. പോലീസ് വണ്ടിയിൽ ഹരിയേട്ടനും ഉണ്ടായിരുന്നു, വേറെ 2 പേരും ഉണ്ടായിരുന്നു. കൃഷ്ണമോള പറയാണ്. എന്റെ ഈശ്വര, അപ്പൊ അത് സത്യമാണല്ലേ? കമല കരച്ചിലിന്റെ വക്കോളം എത്തിയിട്ടുണ്ട്. ഹരിയേട്ടനെ എവിടുന്നാ പോലീസ് പിടിച്ചത്? കൃഷ്ണൻ ചോദിക്കുമ്പോ ഏതോ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്നാണെന്ന് അറിഞ്ഞത്. അവൻ ഇന്നലെ രാത്രിയുടെ വന്നിട്ടില്ല. രോഹിയേട്ടനെ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോണത് കണ്ട് വീണ് പോയത് അച്ഛൻ കൃഷ്ണ അറിയിച്ചു. ഇതിനിടയിൽ അലീന മനുവിനെ ഫോൺ ചെയ്ത് വിവരങ്ങൾ അറിയിച്ചു. മനുവേട്ടൻ എത്രയും വേഗം മരണം, ആരുമില്ല ഇവിടെ. കൊല്ലപ്പള്ളിന്ന് മനുവേട്ടൻ അമ്മ വിളിച്ചിരുന്നു. അച്ഛൻ ഹോസ്പിറ്റലാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അലീന. ഈ കേട്ടതൊക്കെ സത്യാണോ? അവർ 4 പേരും കൂടി ഏതൊരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി നോക്കിയാ പോലീസ് അച്ഛനടുത്ത് പറഞ്ഞത്. അതൊക്കെ സത്യമാണോ എന്ന് അന്വേഷിക്കാൻ പോലും ഇവിടെ ആരുമില്ല. സത്യമാണെന്ന് അന്വേഷിക്കാൻ ഓക്കെ, ഞാൻ എത്രയും പെട്ടെന്ന് എത്തിക്കൊള്ളാം. നീ ധൈര്യമായിട്ടിരിക്കണം, ഒട്ടും പതറരുത് കേട്ടോ. മനുഷ്യങ്ങർ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഗോവർദ്ധൻ ഹോസ്പിറ്റലിലെത്തി ബാലചന്ദ്രനെ കണ്ടു. അലീന പറഞ്ഞു ഷോപ്പുകളൊന്നും തുറക്കേണ്ടെന്ന്. അത് വേണോ? അയാൾ മേനോട് ചോദിക്കാണ്. അവൾ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിലോ? താൻ പോയി പോലീസുമായി ബന്ധപ്പെടാൻ ശ്രമിക്കണം. അഡ്വക്കേറ്റിനെ കണ്ട് രോഹിത്തിന് ജാമ്യത്തിലെടുക്കാനുള്ള വഴികൾ നോക്കണം. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായിട്ട് അന്വേഷിച്ചറിയണം. ആ DVSP പറഞ്ഞത് സത്യമാണെങ്കിൽ ജാമ്യം കിട്ടാനൊന്നും വകുപ്പില്ല. കോടതി റിമാൻഡ് ചെയ്യുകയുള്ളൂ. നമുക്ക് ശ്രമിച്ചു നോക്കാം. അലീനയെ എല്ലാ കാര്യങ്ങളും അപ്പൊ അറിയിക്കണം. അവൾ പറഞ്ഞ എന്തായാലും അത് നിസ്സാരമാക്കി തള്ളിക്കളയരുത്. ഒരാഴ്ചത്തേക്ക് ഷോപ്പുകൾ തുറക്കണ്ടെന്നാ അവൾ പറഞ്ഞത്. വേണ്ട, തുറക്കണ്ട. അവൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ബാലൻ ഗോവർദ്ധന മുഖത്തേക്ക് തന്നെ നോക്കി ഇനിയും എന്തോ പറയാനുള്ളതുപോലെ കിടന്നു.
ഗോവർദ്ധൻ കാത്തു നിൽക്കുകയാണ്. എന്റെ മുമ്പിൽ വെച്ച് തന്നെ അവനെ പോലീസ് ഒരുപാട് തല്ലി. ലോക്കപ്പിലിട്ട് അവർ നശിപ്പിച്ചു കാണും. അവന്റെ ഭാവി പോയല്ലോ ഗോവർദ്ധ. അത് നെഞ്ചു പിടഞ്ഞുള്ള ദീനവിലാപമായെന്നിട്ടോ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, രക്ഷയെടുക്കാമെന്ന് നോക്കാം. പണം എത്ര ചെലവായാലും കണക്കാക്കണ്ട. ഇവിടെ ബാലറ്റിന് കൂട്ടിന് ആരെയാ വേണ്ടത്? എനിക്ക് കൂട്ടിന് ആരെയും വേണ്ട. ഗോവർദ്ധൻ പോയി. ഉച്ചയോടെ പാലാ ടൗണിലെമ്പാടും വാർത്ത വ്യാപിച്ചു കഴിഞ്ഞിട്ടോ. 4 ചെറുപ്പക്കാർ ചേർന്ന് ഒരു പെൺകുട്ടി തട്ടിക്കൊണ്ടുപോയി അന്തിനാട്ടിലൊരു വീട്ടിൽ വെച്ച് കൂട്ടബലാത്സംഗത്തിനിരയാക്കി എന്നായിരുന്നു വാർത്ത. ആ ടൗണിലെ 1-കിട വ്യാപാര സ്ഥാപനമായിരുന്ന നെടുമ്പുരയ്ക്കൽ ജ്വല്ലറിയുടെയും നെടുമ്പുരയ്ക്കൽ ടെക്സ്റ്റൈൽസിന്റെയും ഉടമയായ ബാലചന്ദ്രന്റെ മകൻ രോഹിത്തും ആ സംഘത്തിലുണ്ടായിരുന്ന അറിവ് ആളുകളെ രോഷം കൊല്ലിച്ചു. ജനക്കൂട്ടം 2 ഷോപ്പുകളുടെ മുന്നിൽ തടിച്ചുകൂടി ഷട്ടറുകളുടെ നേർക്ക് കല്ലേറ് നടത്തി. കടകൾ തള്ളിപ്പൊളിക്കാനുള്ള ശ്രമം പോലീസ് എത്തിയാണ് തടഞ്ഞത്. 4 മണിയോടെ ഗോവർദ്ധൻ ബാലന്റെ വീട്ടിലെത്തി. അയാളെ കൃഷ്ണൻ കണ്ടതും കൃഷ്ണമോൾ ഓടി വന്നു. അച്ഛൻ എങ്ങനെയുണ്ടങ്കൾ? കുഴപ്പമൊന്നുമില്ല. 1-2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണമെന്നേ ഉള്ളൂ. രോഹിത്തിനെ വിവരം വല്ലതും അറിയാൻ കഴിഞ്ഞോ അങ്കൾ? പറയാം. അലീന എവിടെ? മുകളിലാണെന്ന് തോന്നുന്നു. ഗോവർദ്ധൻ കോണിപ്പടി ചവിട്ടി മുകളിലേക്ക് നടന്നു. അലീന രോഹിത്തിന്റെ മുറിയിലായിരുന്നു. രോഹിത്തിന്റെ അലമാരയും മേശയും അതിന്റെ ഉള്ളറകളും അവൾ പരിശോധിച്ചു കഴിഞ്ഞു. അശ്ലീല സിനിമയുടെ തോന്നിക്കുന്ന ചില സീഡികൾ അവൾക്ക് കിട്ടി. കട്ടിലിനടിയിൽ കയറുന്നുകൊണ്ട് ബെർത്തിലിരുന്ന സ്യൂട്ട് കേസും ലെതർ ബാഗും അവൾ എടുത്ത് പരിശോധിച്ചു. ഉപയോഗശൂന്യമെന്ന് തോന്നിച്ച ഒരു കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിൽ നിന്നും ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെയുള്ള അശ്ലീല ചിത്രങ്ങളും അതുപോലെ കണ്ടെടുക്കാണ്. രോഹിത്തിന്റെ ബെഡ് കവറിനടിയിൽ നിന്നും അത്തരം ചില സാധനങ്ങൾ അവൾക്ക് കിട്ടിയിരുന്നു. അതെല്ലാം കൂടി അവളൊരു പ്ലാസ്റ്റിക് കൂടിൽ അടുക്കുമ്പോഴാണ് ഗോവർദ്ധൻ കയറി വന്നത്. അച്ഛനടുത്ത് പോയായിരുന്നോ? അലീന ചോദിക്കുമ്പോ പോയി. ബാലട്ടന്റെ കൂടെ ആര് നിൽക്കേണ്ടെന്ന് പറഞ്ഞു. ഇതെന്താ ഈ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ? അലീന മറുപടി പറയാൻ ഒന്ന് അറച്ചു നിൽക്കാണ്. എന്നിട്ടവർ ആ കവർ ഗോവർദ്ധൻ നേരെ നീട്ടി. ഈ മുറിന് കിട്ടിയതാ അങ്കിൾ, ഇത് കൊണ്ടുപോയി നശിപ്പിച്ചു കളയണം. ചിലപ്പോ പോലീസ് എങ്ങാണം തെരച്ചിലിന് വന്നാല് അവരുടെ കയ്യിൽ പെട്ടുപോകരുതല്ലോ. ഗോവർദ്ധന് കാര്യം മനസ്സിലായി. ഇതൊക്കെ ഈ മുറിയുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഹരിശങ്കരുമായിട്ടല്ലായിരുന്നോ രോഹിത്തിന്റെ കൂട്ട്? പിന്നെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരിയും എന്നോട് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായി. ഇത് പോലീസിന്റെ കയ്യിൽ കിട്ടിയ വേറെ കേസാ. തെളിവെടുപ്പിനായിട്ട് പോലീസ് 4 പ്രതികളെയും കൂട്ടി അന്തിനാട്ടുള്ള വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. രോഹിത്തിന്റെ കാര്യത്തില് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ അങ്കിൾ? അലീന ആശങ്കയോടെ തിരക്കി. ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. പോലീസ് ആരെയും അടുപ്പിക്കുന്നില്ല. ടൗണിലും പരിസരങ്ങളിലും എല്ലായിടത്തും അറിഞ്ഞു. വലിയ കോളിളക്കമായിരിക്ക. കടകൾ അടച്ചു നന്നായി. 2 ഷോപ്പിന് നേരെ കല്ലേറുണ്ടായി. നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ല സംഗതി. കോട്ടയത്ത് നിന്ന് SP പോലും വന്നിട്ടുണ്ടെന്ന് കേട്ടു. 4 പേരെയും കടുത്ത ബന്ധവസ്ഥല സൂക്ഷിച്ചിരിക്കുന്നേ. നാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന അറിവ്. ആ പെൺകുട്ടിയുടെ കാര്യോ? അലീന ചോദിക്കാണ്. അതിപ്പോഴും ആശ്രയില്ല. അങ്കിൾ വക്കീലിനെ കണ്ട് സംസാരിച്ചില്ലേ? വക്കീലും പറഞ്ഞത് ജാമ്യം കിട്ടില്ലെന്നാ. 15 ദിവസത്തേക്കെങ്കിലും റിമാൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് നോക്കിയാൽ മതിയെന്ന് പറയുന്നു. പോലീസ് പറഞ്ഞ ശരിയാണോ അങ്കിളെ? അവർ 4 പേരും കൂടി അങ്ങനെ ഒരു മഹാപാപം ചെയ്ത് തന്നെയാണോ? ചോദ്യം ചെയ്തപ്പോ പോലീസിന്റെ അടുത്ത് എല്ലാം സമ്മതിച്ചെന്ന് കേട്ടു. ശരിയാണോന്ന് ആർക്കറിയാം? ഹരിശങ്കറും രോഹിത്തും കൂടി പണ്ട് തണ്ടു നിരക്ക് നടത്തിയ ബലാത്കാര ശ്രമം അലീന ഓർക്കാണ്. ലെമൺ ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് തന്നെ കൊണ്ട് കുടിപ്പിച്ചിട്ട് ഇതേ മുറിൽ വെച്ചായിരുന്നു ആ സംഭവം. അന്ന് താൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ തന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി. അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു കാണില്ല. ആ ഹരിശങ്കർ ആയിരിക്കണം സംഘ നേതാവ്. അവൻ ഇതിനേക്കാൾ വലിയ നീചകൃത്യം ചെയ്യാൻ മടിയില്ലാത്തവനാണ്. രോഹിത്ത് മുൻകൈയെടുത്ത് ഇങ്ങനത്തെ ദുഷ്ടത പ്രവർത്തിക്കുമെന്ന് കരുതാൻ വയ്യ. സംഘബലത്തിനു വേണ്ടി ഹരിശങ്കർ രോഹിത്തിനെയും കൂടെ കൂട്ടിയതാവാം. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് അങ്ങൾ അന്വേഷിച്ചില്ല അല്ലേ? ഞാൻ ആരോട് ചോദിക്കും? രോഹിത്തിനെയോ മറ്റു 3 പേരെയോ കണ്ട് സംസാരിച്ചാലല്ലേ പറ്റുള്ളൂ. അവർ ലോക്കപ്പിലാണോ അതോ ഏതെങ്കിലും പോലീസ് ക്യാമ്പിലാണോ എന്ന് പോലും അറിയില്ല. പോലീസിനടുത്ത് അടുക്കാൻ പോലും വയ്യ. പ്രതികളുമായി ബന്ധമുള്ള ആരെ കണ്ടാലും ചീത്ത വിളിക്കാനും അടിക്കാനും തയ്യാറായി നിൽക്കുക. കാരണം അവർക്ക് ചുറ്റും പത്രക്കാരും പാർട്ടിക്കാരും TV-ക്കാരും ചാനലുകാരും എല്ലാം നിൽക്കുക. കിട്ടിയ അവസരം ആഘോഷമാക്കാൻ തന്നെ അക്കൂട്ടർ തീരുമാനിച്ചിരിക്കുക. അങ്കിൾ, ഇതൊന്നും അച്ഛനടുത്തുനിന്ന് പറയല്ലേ. രോഹിത്തിനെ കാണാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് പോലും ഇപ്പോഴും അറിഞ്ഞുകൂടാ. പോലീസ് ഒന്നും വിട്ടു പറയുന്നില്ല. കുറെ ഊഹാപോഹങ്ങൾ മാത്രമേ കേൾക്കാനുള്ളൂ. വക്കീൽ രോഹിത്തിനെ ജാമ്യത്തിലിറക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയാവുള്ളൂ. ഗോവർദ്ധൻ തലയാട്ടി സമ്മതിച്ചു. അവൾ പ്ലാസ്റ്റിക് കവർ ഗോവർദ്ധനെ ഏൽപ്പിച്ചു. മറക്കാതെ ഇതെല്ലാം നശിപ്പിച്ചു കളയണേ. പോലീസിന്റെ കൈ കിട്ടിയ ഇത് നാളത്തെ പത്രത്തിലും TV-യിലും എല്ലാം വരും. ഗോവർദ്ധൻ അത് വാങ്ങിക്കൊണ്ട് പോയി. അലീന രോഹിത്തിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടി പരിശോധിച്ചാട്ടോ റൂമിൽ നിന്നും ഇറങ്ങിയത്.
അങ്ങനെ താഴേക്ക് വന്നപ്പോ ബബിത ഗോവർദ്ധനോട് തട്ടിക്കയറാണ്. അവൾ മാത്രം അറിഞ്ഞാ മതിയോ രോഹിയേട്ടനെയും അച്ഛനെയും വിവരങ്ങള്? അവൾ ആരാ? അവളാണോ ഞങ്ങൾ ഇവിടുത്തെ ജോലിക്കാര്? അങ്ങ് എന്തുകൊണ്ടാ ആദ്യം ഞങ്ങളുടെ അടുത്ത് പറയാതെ അവളോട് വിസ്തരിക്കാൻ ഓടിയത്? അവളുടെ സൗന്ദര്യം കണ്ടാണോ? എന്റെ കൊച്ചെ, നിന്റെ അമ്മ രണ്ടു കാലം ഒടിഞ്ഞ് എഴുന്നേക്കാൻ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കാണ്. നിന്റെ അച്ഛൻ ഹൃദ്രോഗിയായിട്ട് ICUല്. നിന്റെ ഏട്ടൻ ബലാത്സംഗ കുറ്റത്തിന് ലോക്കപ്പില്. ഇന്നോ നാളെയോ ഈ വീടിന് പുറത്തിറങ്ങിയാലേ ആളുകൾ നിന്നെ കല്ലെറിഞ്ഞു വീഴ്ത്തും. അഹങ്കരിക്കാതെ നിലത്ത് നിൽക്ക്. മുഖത്തടിയേറ്റ പോലെ നിന്നുപോയി ബബിത. ഗോവർദ്ധൻ പുറത്തേക്ക് നടന്നു. അലീന കോണിപ്പടി ഇറങ്ങിച്ചെന്നു. ബബിത അവളെ കണ്ട് മുഖം വെട്ടിത്തിരിച്ച് നടക്കാൻ ഭാവിച്ചു. ബബിത നിൽക്കാണ് കേട്ടോ. നിനക്കെന്താ അറിയേണ്ടത്? എന്നോട് ചോദിച്ചോ. ഹോ, നിനക്കാണ് ഇവിടുത്തെ മീഡിയക്കാരുടെ കുത്തകല്ലടി. എല്ലാവരും നീ ചിരിച്ചും കണ്ണു കാണിച്ചും വശത്താക്കി വെച്ചിരിക്കുകയാണല്ലോ. നീ പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയണ്ട. ബബിത അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു. ഗോവർദ്ധൻ പോയിട്ട് 1/4 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ. ഒരു പോലീസ് ജീപ്പ് ഗേറ്റിന് മുമ്പിലൂടെ വരികയാണ്.